രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കും. ഏകദേശം 8:15 തന്നെ ആദ്യ ഫലസൂചനകളെല്ലാം തന്നെ നമുക്ക് ലഭ്യമായി തുടങ്ങും. സമഗ്ര കവറേജിനായി കൈരളി ന്യൂസ് ഒരുങ്ങിയിട്ടുണ്ട്. ടീം എല്ലാം തന്നെ സജ്ജമാണ്. 11 മണിയോടുകൂടി തന്നെ ഏകദേശം ചിത്രം വ്യക്തമാകും. ആകെ 70 മണ്ഡലങ്ങളിലാണ് ഉള്ളത്. 699 സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിലാണ് BJP. പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും BJPക്കാണ് നേരിയ തോതിലെങ്കിലും പല എക്സിറ്റ് പോളുകളും മുൻതൂക്കം പ്രവചിച്ചത്. ഒരു അട്ടിമറി വിജയം BJPക്ക് അവിടെ ഉണ്ടാകുമെന്ന് പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. പക്ഷേ ഈ എക്സിറ്റ് പോളുകളെയൊക്കെ തള്ളിക്കൊണ്ടാണ് അധികാരത്തിൽ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ആം ആദ്മി പാർട്ടി ഉള്ളത്. അത്തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ആം ആദ്മി പാർട്ടി. ഏത് രീതിയിൽ ആം ആദ്മി പാർട്ടി ഭരണത്തെ ഇല്ലാതാക്കാൻ BJP ഗവൺമെൻറ് ശ്രമിക്കുന്നു, അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കും ദില്ലി ജനത ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും നൽകിയിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ ഒരു ഘട്ടത്തിലുമുള്ളത്. 19 കൗണ്ടിംഗ് സെൻറ്ററുകളാണ് വോട്ടെണ്ണലിനായി ഉണ്ടാവുക. ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ 5000-ഓളം ഉദ്യോഗസ്ഥരും സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പോളിംഗ് ശതമാനം 60.54 പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. സിബി ജോസഫ് കൂടി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സിബി, രാജ്യമാകെ കാത്തിരിക്കുകയാണ് ഏത് രീതിയിലാണ് ദില്ലി വിധി എഴുതുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 8:15 കൂടി തന്നെ ആദ്യ ഫലസൂചനകളൊക്കെ നമുക്ക് ലഭ്യമായി തുടങ്ങും. എങ്കിൽ പോലും ഏത് രീതിയിലാണ് ഓരോ മുന്നണികളുടെയും ഒരു അവസാന നിമിഷ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്? ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. എക്സിറ്റ് പോളുകൾ നൽകുന്ന ആത്മവിശ്വാസം BJPക്ക് ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. കോൺഗ്രസ് എക്സിറ്റ് പോളിൻ്റെ ചിത്രത്തിൽ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അതായിരിക്കില്ല റിസൾട്ട് എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷയും. ഏത് രീതിയിലാണ് മുന്നണികളുടെ ആത്മവിശ്വാസങ്ങൾ? മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തായാലും വലിയ ആത്മവിശ്വാസമുള്ള എല്ലാ മുന്നണികളും, പ്രത്യേകിച്ച് നമുക്കറിയാം ദില്ലിയിൽ ആം ആദ്മി പാർട്ടി BJP നേർക്കുനേറുള്ള പോരാട്ടമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എക്സിറ്റ് പോളെല്ലാം തന്നെ BJPക്കാണ് ഒരു വലിയ മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. പക്ഷേ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ തള്ളുകയാണ് ആം ആദ്മി പാർട്ടിയും. എന്തായാലും ഇനിയിപ്പോൾ ഒരു ഫൈനൽ റിസൾട്ട് ഇനി ഒരു 8 മണിയോടെ നമുക്ക് ലഭ്യമാകും. 8 മണിക്കാണ് പോളിംഗ് കൗണ്ടിങ് ആരംഭിക്കുന്നത്. എന്തായാലും 7 മണിയോടെ സ്ട്രോങ് റൂമുകളെല്ലാം തന്നെ തുറന്നു തുടങ്ങും. 8 മണിയോടെ കൗണ്ടിങ് ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക, പിന്നീട് 8:30 ആയിരിക്കും EVM എണ്ണുക. എന്തായാലും ഒരു 9 കൂടി തന്നെ നമുക്ക് ആദ്യ ഫലസൂചന അറിയാൻ കഴിയും. 10-11 മണിയാകുമ്പോഴേക്കും നമുക്ക് വ്യക്തമാകുകയും ചിത്രം തെളിയുകയും ചെയ്യും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP തന്നെ ഈ ഒരു എക്സിറ്റ് പോളിന് ശേഷം എല്ലാ നിലയും ഭരണം ഉറപ്പിച്ചെന്ന രീതിയിൽ തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ പല വിധത്തിലുള്ള ഓപ്പറേഷൻ താമര അടക്കമുള്ള പല കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്നവർ നമുക്കറിയാം. എക്സിറ്റ് പോളിൽ പ്രത്യേകിച്ച് BJPക്ക് ഒരു മുൻതൂക്കം നൽകുമ്പോഴും ഏകദേശം ഭൂരിഭാഗവും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ പറയുന്നുണ്ട്. 36 ആണ് 70 സീറ്റിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ BJPക്ക് 39-നും 40-നും ഇടയ്ക്ക് എല്ലാ നിലയും പറയുമ്പോഴും ഒരുപക്ഷെ ഒരു തൂക്കുസഭ അല്ലെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഓപ്പറേഷൻ BJP ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും 10-15 സീറ്റിന് കുറവുണ്ടായാൽ പോലും അത് കോടികൾ നൽകി ഓപ്പറേഷൻ തീർത്തും കുതിരക്കച്ചവടത്തിലൂടെ ഭരണം നിലനിർത്താനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമായും ദില്ലിയിൽ അത് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത് തങ്ങളുടെ 16 MLA 16 സ്ഥാനാർത്ഥികൾക്ക് ഇത്തരത്തിൽ 15 കോടിയോളം രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള നിലയും അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ BJP ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകുകയും ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഇന്നലെ അന്വേഷിക്കുകയും ഇന്നലെ അഴിമതി വിരുദ്ധ ആന്റി കറപ്ഷൻ ബ്യൂറോ എല്ലാ നിലയും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമില്ലാതെ നടത്തിയ നിലയും വളരെയധികം നാടകീയമായിരുന്നു. അതായത് ഒരു ഓപ്പറേഷൻ താമര BJP ആരംഭിച്ചു എന്നുള്ളത് ആം ആദ്മി പാർട്ടി ഇന്നലെ തന്നെ അത് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയത് തങ്ങളുടെ 16 MLA-മാർക്ക് ഇപ്പോൾ തന്നെ ഓഫർ ലഭിച്ചിരിക്കുന്നു. 1 കോടിയിലധികം രൂപയാണ് BJP വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ പോലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു 50 സീറ്റ് അല്ലെങ്കിൽ 50-55 സീറ്റിന്റെ മുകളിലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചില്ലെങ്കിൽ ദില്ലി സംസ്ഥാന
കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആ ഒരു 40 സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ആം ആദ്മി പാർട്ടി എന്നുള്ള എല്ലാത്തിന്റെയും കുതിരക്കച്ചവടത്തിലൂടെ വിലക്കെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ പോളിംഗ് തലേദിവസം തന്നെ ഒരു 8 MLA അടക്കം എല്ലാ നിലയും BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആം ആദ്മി പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. കാരണം തങ്ങളുടെ പാർട്ടിയിൽ നിന്നും നിരവധി MLA-മാരും കൗൺസിലർമാരും അടക്കം എല്ലാ നിലയും ഈ BJPയിലേക്ക് ചേക്കേറിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുതിരക്കച്ചവടം ഉണ്ടാകുമോ എന്ന ഭയം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് വെറുതെ ജയിച്ചാൽ പോരാം, വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ മാത്രമേ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ആ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ഒരു ആരോപണം ഉന്നയിച്ചത്. എന്തായാലും ഈ ആരോപണം എല്ലാ നിലയും BJP അത്തരത്തിൽ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിലയും പരാതി നൽകുകയും പിന്നീട് അതൊരു ചോദ്യം ചെയ്യലിലേക്കെല്ലാം നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷവും ദില്ലിയിൽ ആകമാനം രാഷ്ട്രീയ കലുഷിതമായ സാഹചര്യമാണുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു വോട്ടെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ തലസ്ഥാന നഗരി ആരാണ് ഭരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. BJP 27 വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിലെത്തുമോ, അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി 4ാം തവണയും അധികാരത്തിലേക്ക് ഏറുകയാണോ എന്നെല്ലാം നിലയിൽ നോക്കി കാണേണ്ടതുണ്ട്. എന്തായാലും വളരെ ചൂടും വാശിയേറിയുമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ തവണ 60.55% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2020 അത് 62% പോളിംഗ് ആയിരുന്നു. 2015 67% പോളിംഗ് ആയിരുന്നു. എന്തായാലും ഏറ്റവും കുറഞ്ഞ പോളിംഗ് കൂടിയാണ് ദില്ലിയിൽ രേഖപ്പെടുത്തിയതെന്ന് പറയേണ്ടി വരും. എങ്കിൽ പോലും ഈ ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന ന്യൂനപക്ഷ മേഖലയാണ്. ഇതിൽ ഏറ്റവും റൂറൽ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളാണ് പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. അവിടെ നിലയും മിഡിൽ ക്ലാസുകൾക്ക് ഏറെ വോട്ടുകളുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു പോളിംഗ് കുറഞ്ഞതും തങ്ങൾക്ക് അനുകൂലമാണെന്ന് ആം ആദ്മി പാർട്ടിയും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 7 മണിയോടെ സ്ട്രോങ് റൂം തുറക്കും. എന്തായാലും 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. വിനീഷ, സിബി, ആത്മവിശ്വാസം കുറയുന്നുണ്ടോ AAPക്ക്? കാരണം വലിയ അത്രത്തോളം സുഖകരമായിരുന്നില്ല ഏറ്റവും ഒടുവിൽ പോയ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്ന അവസ്ഥ, ശേഷം അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയായിരുന്നു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ AAPയിൽ വന്നത്. അതിന് പ്രധാന കാരണം തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് കുംഭമേള സ്നാനത്തിനൊക്കെ പോയി ഏത് തരത്തിൽ ദില്ലി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ അതിന് തൊട്ട് മുൻപ് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും മധ്യവർഗത്തിന് വേണ്ടി നികുതി ഇളവൊക്കെ പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ മധ്യവർഗത്തിൻ്റെ വോട്ട് നേടിയെടുക്കാനുള്ള സ്ട്രാറ്റജിയും BJP ദില്ലിയിൽ പ്രയോഗിക്കുകയുണ്ടായി. അത്തരത്തിൽ ഏറ്റവും ഒടുവിലായി വരുമ്പോൾ ഈ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചുള്ള വലിയ തലവേദനയായി മാറുന്നുണ്ട് ആം ആദ്മി പാർട്ടിക്കും. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJPയിലേക്കുള്ള കൊഴിച്ചും പോക്ക് ആ ഒരു സാഹചര്യം നിലവിലും തുടരുന്നു, ഇപ്പോഴും തുടരുന്നുണ്ട്. അത്തരത്തിൽ കോട വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ കേസുമായി മുന്നോട്ട് പോകുമ്പോഴും വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെ കുറവ് AAPക്കുണ്ടോ ദില്ലിയിൽ? തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചുള്ളതിനും ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട പല നേതാക്കളും BJPയിലേക്ക് ചേക്കേറിയ ഒരു സാഹചര്യം ഈ കഴിഞ്ഞ 5 വർഷം നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയിലുണ്ട്. പ്രത്യേകിച്ച് ഈ MLA-മാരായിരുന്ന ആളുകൾ, മന്ത്രിമാരായിരുന്ന ആളുകൾ അടക്കമല്ലാ നിലയും അല്ലെങ്കിൽ MP-മാരായിരുന്ന ആളുകളടക്കമല്ലാ നിലയും ആം ആദ്മി പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം നിലയും ആ പാർട്ടി നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ആ പാർട്ടിക്കുള്ളിൽ വളരെ ആഭ്യന്തര പ്രശ്നമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന് ഈ ദില്ലി മദ്യനയ അഴിമതി കേസാണ്. ഈ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയ അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കളെ തന്നെയും ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പാർട്ടിക്ക് വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് അറിയുമ്പോഴും കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും ഒരു പ്രതിച്ഛായ മങ്ങൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതും വലിയ രീതിയിലുള്ള പ്രചരണ ആയുധമാക്കി BJP മാറ്റുന്ന ഒരു സാഹചര്യം കൂടി കണ്ടു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നമുക്കറിയാം ഈ BJPയെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയുണ്ട്. കാരണം എല്ലാം തന്നെയും ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമുള്ള ഒരു സ്വാധീനം, ആ സ്വാധീനമാണ് BJPക്ക് വലിയ തലവേദനയായി മാറിയത്. മാത്രമല്ല ആം ആദ്മി പാർട്ടി കൊടുക്കുന്ന സൗജന്യ
തുടങ്ങിയ വാഗ്ദാനങ്ങളും സൗജന്യങ്ങളെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ BJPക്കും ഒരു മോദി ഗ്യാരണ്ടി എന്നതിനപ്പുറമായി അല്ലെങ്കിൽ മോദിയുടെ മുഖം എന്നതിനപ്പുറമായി ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സൗജന്യങ്ങൾ നൽകുന്ന രീതിയിലെല്ലാം തന്നെയും BJPക്കും താഴേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ദീപാവലിയും ഹോളി പോലുള്ള ആഘോഷങ്ങളെല്ലാം നിലയും സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ അടക്കമെല്ലാം തന്നെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ BJPയും കോൺഗ്രസും ആം ആദ്മിയും എല്ലാം തന്നെയും ഈ സൗജന്യങ്ങൾ വാരിക്കോരി തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്ന ഒരു രീതി കൂടി കണ്ടു. മറ്റൊന്ന് ഈ യമുനയിലെ വിഷമാലിന്യവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒന്നായിരുന്നു. കാരണം യമുനയിലെ വിഷമാലിന്യമാണ് അല്ലെങ്കിൽ ഈ യമുന ശുചീകരിക്കാൻ കഴിഞ്ഞ 10 വർഷമായി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം നിലയും BJP വളരെ വലിയ പ്രചരണ ആയുധമാക്കി മാറ്റി. ആ സമയത്തായിരുന്നു അരവിന്ദ് കെജ്രിവാൾ BJP ഭരിക്കുന്ന ഹരിയാന സർക്കാരാണ് ഈ യമുനയിൽ വിഷം കലർത്തുന്നുള്ള ഗൗരവകരമായ ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് അത് നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോകുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഹരിയാന പോലീസ് ഏറ്റവും ഒടുവിലായി കേസെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാം തന്നെയും വലിയ രീതിയിലുള്ള ചർച്ചകൾ താഴെത്തട്ടുള്ള ജനങ്ങൾ പോലും അഭിമുഖീകരിക്കുന്ന കുടിവെള്ള പ്രശ്നം അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ആളുകളിലേക്ക് ഈ ഒരു എല്ലാ ക്യാമ്പയിനെല്ലാം തന്നെയും ഇത്തരത്തിൽ ആഴത്തിൽ ചെന്നെത്തിയെന്നെല്ലാം തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിലാണ് ഈ ഒരു മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് നമുക്കറിയാം ദില്ലിയെ സംബന്ധിച്ചെല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു നിരവധി VIP-കൾക്ക് വോട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ദില്ലി. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏറ്റവും ഒടുവിലായി ബജറ്റിൽ ഈ ആദായ നികുതി അടക്കമെല്ലാം തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ഇളവ് നൽകിയതെല്ലാം തന്നെയും മിഡിൽ ക്ലാസ്സിനെ സ്വാധീനിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നെല്ലാം തന്നെയും വിലയിരുത്തലുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി BJPക്കുണ്ട്. എന്തായാലും ഈ സൗജന്യങ്ങൾ നൽകുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നിലവിൽ 200 യൂണിറ്റ് വരെ സൗജന്യമായ വൈദ്യുതി, കൂടാതെ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര അടക്കമല്ല നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം തന്നെയും സ്ത്രീ വോട്ടർമാർക്കിടയിൽ തങ്ങളുടെ വോട്ടുകൾ ഛിന്നഭിന്നമാകില്ല എന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തള്ളുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്യുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടിയും BJPയും ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു 4ാം തേരോട്ടമാകുമോ എന്നെല്ലാം നിലയും അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളൂ. വിനീഷ, SCB തയ്യാറായിരിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ആദ്യ ഫലസൂചനകളിലേക്കും ഏത് രീതിയിലാണ് ദില്ലിയിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതും ഒക്കെ അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7 മണി മുതൽ ഇടതടവില്ലാതെ കൈരളി ന്യൂസും സമഗ്ര കവറേജുമായി പ്രേക്ഷകർക്കൊപ്പമുണ്ട്.